പിണറായി സർക്കാരിനെ പുകഴ്ത്തി സംസാരിച്ച ശശി തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് തരൂരിൽ നിന്ന് പിണറായി സർക്കാരിനെ പുകഴ്ത്തുന്ന നിലപാടുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഏറ്റുമുട്ടുകയാണ് വി.ഡി. സതീശനും ശശി തരൂരും. തരൂരിന്റെ പ്രസ്താവനയെ തള്ളുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. തരൂരിനെതിരെ ആദ്യം രംഗത്ത് വന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. കേരളം വ്യവസായ അനുകൂല സാഹചര്യമുള്ള സംസ്ഥാനമല്ലെന്നും എന്ത് സാഹചര്യത്തിലും കണക്കുകളുടെ അടിസ്ഥാനത്തിലുമാണ് ശശി തരൂർ ലേഖനം എഴുതിയത് അറിയില്ല എന്നുമാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് പറഞ്ഞ വി.ഡി. അത് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ചു തന്നെ പറയുന്നുണ്ട്. അത് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസുകാർ. ശശി തരൂർ എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ലേഖനം എഴുതിയതെന്ന് കോൺഗ്രസുകാർക്ക് അറിയില്ല എന്നുമാണ് സതീശൻ പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 3.5 വർഷത്തിൽ പുതിയതായി 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. ഏതാണ് കേരളത്തിലെ 3 ലക്ഷം സംരംഭങ്ങളെന്ന് മന്ത്രിയോട് ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഒരു മണ്ഡലത്തിൽ ശരാശരി 2000 സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകില്ലേ എന്ന ചോദ്യവും വി.ഡി. സതീശൻ ചോദിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച തരൂരിന്റെ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്ത് അനുമോദിച്ചിട്ടുള്ള പ്രതികരണം വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണ് എന്നും സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണ് എന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. ഇതിനെതിരെയാണ് സതീശൻ പരസ്യമായി രംഗത്ത് വന്നത്. നേരത്തെ തരൂർ കേരള രാഷ്ട്രീയത്തിലേക്കെന്ന് സജീവമാകുന്നതിന് ആദ്യം എതിർത്ത നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇതേ സതീശൻ. എന്തായാലും തരൂരിനെതിരെ തിരിഞ്ഞ സതീശന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ. അത് സ്വാഭാവികമായിട്ട് അത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട്. മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ ഉദാഹരണം, കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സംരംഭമാണ് കേരളത്തിൽ 3 ലക്ഷം? അപ്പൊ മിനിമം ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി ഒരു 2000 സംരംഭം വെച്ച് തുടങ്ങണം, വേണ്ടേ? ഇപ്പൊ പെരിന്തൽമണ്ണയിൽ 2000 സംരംഭം തുടങ്ങിയിട്ടുണ്ട്.